ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ലുക്ക് കണ്ടിട്ട് എനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയൊന്നും വിചാരിക്കണ്ട. സംഭവം ഒരു ബെറ്റിൻ്റെ കയ്യിൽ പൊട്ടിയതാണ്. ഓക്കെ, താടി പോയി, വേറൊന്നല്ല. ഞാൻ ഇന്നലെ ബാഴ്സ കംബാക്ക് അടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അടിച്ചില്ല. അപ്പോൾ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു, ബാഴ്സ അടിച്ചില്ലെങ്കിൽ ഞാൻ താടി പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ അല്ലാണ്ട് പോലീസ് സെലക്ഷൻ ഒന്നും കിട്ടിയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത്, നമുക്ക് നാളെ നമ്മുടെ ഗെയിമിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഗൈസ്, പാച്ച് അപ്ഡേറ്റ് 5.3.1. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ, ഏതൊക്കെ പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ പാക്കാണ്, പ്ലെയർ ഓഫ് ദി വീക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ നിന്ന് നാളെ എന്തൊക്കെ റിമൂവ് ആയി പോകുന്നുണ്ട്, പിന്നെ അടുത്ത അപ്ഡേറ്റ്, മെയിൻ അപ്ഡേറ്റ് എന്നാന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് അപ്ഡേറ്റിൻ്റെ കാര്യം പറയാം. നമുക്കിനി ഒരു മെയിൻ അപ്ഡേറ്റ് വരുന്നത് എന്തായാലും ഏപ്രിലാന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഏപ്രിലാകുമ്പോൾ ഒരു മേജർ അപ്ഡേറ്റ് പോലെ വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 2 GB സംതിങ് ഒക്കെ ഉള്ള ഒരു അപ്ഡേറ്റ്, 1.5 GB ഒക്കെ അപ്ഡേറ്റുകൾ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിക്കുക. അതിലായിരിക്കും നമുക്ക് മറ്റേ ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡിവിഷൻ മാച്ചൊക്കെ, സ്മാർട്ട് ടെസ്റ്റ് ഉള്ളവർക്ക് ഒരു ഡിവിഷൻ, അല്ലാത്തവർക്ക് ഒരു ഡിവിഷൻ, അങ്ങനെ ഫിൽട്ടറൊക്കെ ചെയ്തിട്ട് സാധനം വരും. അതുപോലെ തന്നെ നമ്മളുടെ മറ്റു സാധനം ജോയ്സ്റ്റിക്കിൻ്റെ പരിപാടിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അതിൽ കൊണ്ടുവരും. പിന്നെ മാസ്റ്റർ ലീഗിൻ്റെ ഒക്കെ പറയുന്നുണ്ട് കൊണ്ടുവരുന്നതാണ് ഇപ്രാവശ്യം വിശ്വാസം. അവർ പലതവണ ഇത് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ പക്ഷേ വരുന്നതാണ് നമുക്കൊരു കിട്ടണത്. അപ്പോൾ എന്തായാലും വരുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് അടുത്ത മാസം കിട്ടും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, സ്പേസ് ഉണ്ടാക്കുക. എന്തായാലും ഇനി വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവരൊരു കിടിലൻ അപ്ഡേറ്റ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് തുടങ്ങാം. സോ പ്ലെയർ ഓഫ് ദി വീക്കിൽ കറൻ്റ് അവർ മറ്റേ സാധാ ഷാഡോസ് തരണില്ലേ പ്ലെയേഴ്സിൻ്റെ ഇത് പറഞ്ഞിട്ട്. സോ അങ്ങനെ UCL 3 പ്ലേയേഴ്സിന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ സാധാ പ്ലെയർ ഓഫ് ദി വീക്ക്, വേൾഡ് ലെവൽ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ 3 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് സാധാ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ അതിൽ UCL വന്നിരിക്കുന്ന ഒരെണ്ണം സൊർലോത്താണ്. സൊർലോത്ത് നമുക്കറിയാം UCL ക്ലബ് ബർഗിൻ്റെ ഇപ്പോൾ ഹാട്രിക് അടിച്ചായിരുന്നു. സോ ചെക്കൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്, കിടിലാണ്, ഹൈറ്റും കാര്യങ്ങളും ക്രോസൊക്കെ ഇട്ട് കളിക്കാൻ ബെസ്റ്റാണ് നമ്മുടെ സൊർലോത്ത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തോ, ഫ്രീ ട്രൈ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചൗമിന് ഒരു കിടിലൻ ഗോൾ അടിച്ചായിരുന്നു ബെൻഫിക്കയുടെ ഒപ്പം, ഒരു കട്ട് ബാക്ക് വെച്ച് കിടിലൻ കേൾ ഗോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിക്ടർ ഒസിമിൻ നമ്മുടെ യുവൻറ്റസിൻ്റെ ഒപ്പം നമ്മുടെ ഗലസ്റ്ററിന് വേണ്ടിയിട്ട് വിന്നിങ് ഗോൾ അടിച്ചാണ്. സോ ചെക്കൻ്റെ കാർഡും വരും കേട്ടോ. ആ 3 ഷാഡോസാണ് കൊടുത്തിരിക്കുന്നത്, ആ 3 പ്ലേയേഴ്സാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ അതിലും 3 ഷാഡോ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ ഒരുമാതിരി ഹൾക്ക് പോലത്തെ ഒരു രൂപമായിട്ടൊരു സാധനം കൊടുത്തിരിക്കുക. പെട്ടെന്ന് എടുത്ത് ആരെന്ന് വിചാരിച്ചു. പിന്നെയാണ് നമ്മുടെ ലുക്കാക്കു അവിടെ സ്കോറിങ് നടത്തിയിട്ടുണ്ട് ഗൈസ്, അതേ നേപ്പോളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലുക്കാക്കുവിൻ്റെ കാർഡാണത്. പെട്ടെന്ന് കണ്ടപ്പോൾ എന്ത് സാധനം എന്ന് വിചാരിച്ചു ഞാനേ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത് പെട്ടെന്ന് നിങ്ങൾ പിക്ക് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ലുക്കാക്കു ആണത്, ലുക്കാക്കുവിൻ്റെ ഒരു കാർഡാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വില്യം സാലിബ ചെൽസിയുടെ ഒപ്പം ഗോൾ അടിച്ചായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കിടില സെൻറ്റർ ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു കാർഡാണ് ഞാൻ വേണമെങ്കിൽ പറയും ഈ സലിബ. കാരണം ഒരു രക്ഷയില്ല, കിടിലൻ കാർഡാണ്, സ്പീഡ്, ഹെഡിങ്, ചില ഒരു പെർഫെക്റ്റ് ഡിഫൻഡറാണ്, കിടിലൻ ബിൽഡപ്പാണ്. അപ്പോൾ എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കേണ്ട നല്ല കാർഡായിരിക്കും, എടുക്കേണ്ടവർ എടുത്തോ. അതുപോലെ തന്നെ നമ്മുടെ യമാൽ ഒരു രക്ഷയില്ലാട്ടോ. അല്ല, ഞാൻ മുമ്പ് ലൈവിൽ യമാലിനെ കുറിച്ച് ഞാൻ നല്ല തന്നെ പറയാറില്ലേ, യമാൽ ഒരു രക്ഷയില്ലാത്ത മുതലാണ്, എന്താ കളി. അപ്പോൾ നമ്മുടെ VRLനൊപ്പം കിടിലൻ ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ പെർഫോമൻസ് പറയാണ്ടിരിക്കുക, ഇന്നലെ യമാൽ ഇന്നലെ ടീമിലത്തെ ഒരു അമ്മാതിരി ട്രിപ്പിൾസ് ആയിരുന്നു യമാലിൻ്റെ. സോ യമാലിൻ്റെ കാർഡ് വരുന്നുണ്ട്. യമാൽ അറിയാലോ, ജനറേഷണൽ ടാലൻ്റാണ്. യമാലിന് ഇഞ്ചറി വെച്ചാണ്ടിരിക്കുക വെച്ചാൽ ഫുട്ബോൾ ലോകത്തിൻ്റെ ആവശ്യമാണ് അത്. അത്രയും കിടിലൻ പ്ലെയറാണ് യമാൽ. ഓക്കെ, ഏത് ടീമാണെങ്കിലും അതിലേക്ക് വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആയിരിക്കും യമാൽ. അത്രയും ടോപ്പ് പെർഫോമൻസ് ഉണ്ട്. ഇടയ്ക്ക് വായിന്ന് പലതൊക്കെ വരും, ബട്ട് അതിപ്പോൾ റൊണാൾഡോ ആണെങ്കിലും കിടന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ ചെക്കൻ്റെ കളി ഒന്നും പറയില്ല, കിടിലൻ കളിയാണ്. അപ്പോൾ ഈ 3 കാർഡ്സാണ് നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് നമ്മുടെ കൊണാമി പറഞ്ഞിരിക്കുന്നത്. ഈ 6 പ്ലേയേഴ്സ് വരും, അതായത് UCL പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ 3 കാർഡും ഉണ്ട്. അതുപോലെ തന്നെ സാധാ വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ 3 കാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും വരും. ഇനിയിപ്പോൾ നമുക്ക് UCLൻ്റെ അല്ലാത്ത പ്ലേയേഴ്സൊക്കെ ആരൊക്കെ വരും നോക്കി കഴിഞ്ഞാൽ, ഒരു നമ്മുടെ കിവാച്ച കെർവസ്കീലിയ നമ്മളുടെ PSG പ്ലെയറാണ്. ചെക്കൻ വരുന്നുണ്ട്, ഒരു ഗോൾട്ടുണ്ട്. അതുപോലെ തന്നെ വാൾവറുടെ 2 അസിസ്റ്റ് ഉണ്ട്. ബട്ട് ചൗമിന് വരുന്നതുകൊണ്ട് വാൾവറുടെ വരുമോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ക്ലബ്സ് കുറവായിരുന്നല്ലോ വെച്ചാൽ, ടോട്ടൽ 8-9 ക്ലബ്ബ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഇത്ര പ്ലെയർ കൊണ്ടുണ്ട്. അപ്പോൾ വാൾവറുടെ ചിലപ്പോൾ വന്നു തരാം. 2 അസിസ്റ്റ് ഉണ്ട്. പിന്നെ ചൗമിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ന്യൂകാസ്റ്റിൽ ടൊണാലി ഗോൾ അടിച്ചിട്ടുണ്ട്. ടൊണാലി ഹോം മത്സരത്തിലല്ല, അത് അതെ 2-3 ജയിച്ചത്. അവർ എവയിൽ വിട്ട് 6-1 ജയിച്ചിരിക്കുന്നു. ന്യൂകാസ്റ്റിലൊക്കെ നമുക്ക് പിടിയിട്ടില്ല, അങ്ങനത്തെ ഒരു ടീമാണ്. ഇനി ബാഴ്സയായിട്ട് കളി വരുന്നുണ്ട്. പക്ഷേ ബാഴ്സ സിമ്പിളായിട്ട് അടിക്കും. ന്യൂകാസ്റ്റിൻ്റെ കളി അതാണ്, അവർ ഒരു വെറൈറ്റി കളിയാണ് അവരുടെ. അതുപോലെ തന്നെ ഏരിയയിലാണ് പിന്നെ ബാഴ്സയ്ക്ക് പണി കിട്ടാൻ ചാൻസ് ഇല്ല. ന്യൂകാസ്റ്റിൻ്റെ ഏരിയയിൽ അഡ്വഞ്ചറുള്ള ടീമാണല്ലോ. പക്ഷേ ബാഴ്സ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് തന്നെ തോൽപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ടൊണാലി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കമാക്ക് വരുന്നുണ്ട്, ഒരു ഗോൾ ഉണ്ട് അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട്. അത് കിടിലൻ കളിയായിരുന്നു. അയ്യോ,
ഡോട്ട്മുണ്ട് അറ്റ്ലാന്റ കളി വേറെ ലെവൽ കളിയായിരുന്നു, കിടില കളി. അതുപോലെ തന്നെ നമ്മുടെ ഗാട്ടി യൂവന്റസിന് വേണ്ടി സ്കോർ ചെയ്തെങ്കിൽ യൂവന്റസിന് വിൻ ചെയ്യാൻ പറ്റിയില്ല, പുറത്തായി. സൊർലൂത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ അക്കിലോച്ച പറഞ്ഞ ഒരു പ്ലെയർ വരുന്നുണ്ട്, പ്രൊണൗൺസിയേഷൻ അത് തോന്നുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൽമാസ് വരുന്നുണ്ട്, പിന്നെ റംസ്റ്റേൽ വരുന്നുണ്ട്. റംസ്റ്റേൽ ഒരു കിട്ടില്ല ഗോൾ കീപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ മീറ്റിയോ പറഞ്ഞിട്ട് വേറൊരു പ്ലെയർ. അപ്പോൾ ഇതിലെന്തായാലും കൺഫേം ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ ചൗമനി ഉണ്ട്, സൊർലൂത്ത് ഉണ്ട്, പിന്നെ നമ്മുടെ ഇൽമാസ് ആയിരിക്കില്ല, അത് ഇവനായിരിക്കും, ഒഷിമനായിരിക്കും. അപ്പോൾ ഇത്തരം പ്ലേയേഴ്സാണ് ഇതിൽ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ കമൻറ്റിൽ. അതുപോലെ സാധാ പ്ലെയർ ഓഫ് ദി നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ യമാൽ ഓൾറെഡി പറഞ്ഞു ഹാട്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൂണോ ഗെയിംറസ്, എൻ്റെ പൊന്ന് കൈസ്, എന്താ പ്ലെയർ അല്ലേ. ശരിക്കും പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഹെയ്റ്റാണ്, അതുകൊണ്ടാണ് ആൾ അത്രയ്ക്ക് ഇതില്ലാത്തത്. ഒരു ഗോട്ട് പ്ലെയറാണ് മൂപ്പര്, ഗോട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഒരു രക്ഷയില്ല ബ്രൂണോ ഗെയിംറസ്. അച്ഛനാ സ്വന്തം ടീമിൽ തന്നെ കുറേ ഹെയ്റ്റ് ഉണ്ട്, ഏച്ചിച്ചൂടിൻ്റെ പ്രശ്നമാണ്. പിന്നെ റൊണാൾഡോ ഫാൻസിൻ്റെ അടുത്ത് കുറച്ച് ഹെയ്റ്റ് ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ, കുറച്ച് ഇതുണ്ട്. അച്ഛനാ ഏച്ചിച്ചൂട് ഇതൊക്കെ കാരണം തന്നെ മെയിനായിട്ട്. അപ്പോൾ ബ്രൂണോ ഒരു കിട്ടുന്ന മിഡ്ഫീൽഡറാണ്, ആളുടെ വരുന്നുണ്ട്, ഒരു ഗോളും ഒരു അസിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്കിറ്റിക്ക് ഒരു ഗോളും 2 അസിസ്റ്റും ഉണ്ട് ലിവർപൂളിൻ്റെ. ഇന്നലെ ലിവർപൂൾ കുട്ടി വോൾഫിൻ്റെ ഒപ്പം എന്താ കാണിക്കണമെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ വോൾഫ് റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് അധ്വാനിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിംബർ വരാൻ ചാൻസ് ഉണ്ട്, ടിംബർ ആവില്ല, അത് സെലിബിയോ കേട്ടോ. അതുപോലെ തന്നെ മൈക്കൽ ഡംസ്കാർഡ് ഇപ്പോൾ അതിലാണല്ലേ, MF ബ്രാൻഫോർഡിലാണ് ചെങ്ങായി, 2 ഗോളും ഒരു അസിസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലവോവിക്കോ എന്താ എൻ്റെ പേര്, ചെങ്ങായി ഉണ്ട്, ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഒബമേങ്ങ 2 ഗോൾ സ്കോർ ചെയ്ത് ലിയോണിൻ്റെ ഒപ്പം. അവിടെ എത്ര എൻട്രിക്കിന് 2 അസിസ്റ്റൊക്കെ ഉണ്ട്, ബട്ട് ഒബമേങ്ങ കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ ട്രോയോറ വരാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ പേര്, ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ട്. പിന്നെ ഡേവിഡ് സോയറ വരാൻ ഗോൾ കീപ്പറായിട്ട് ചാൻസ്, 7 സേവ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ജീസസ് റോഡ്രിഗസ് വരുന്നുണ്ട്, ഒരു ഗോൾ ഒരു അസിസ്റ്റ്. പിന്നെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയറും. സോ ഇത്രയും പ്ലെയേഴ്സാണ് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ്സ് ആവുന്നതാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന എപ്പിക് കാർഡ്സും മെയിൻ കാര്യങ്ങളൊക്കെ റുമീഡ് തന്നെയാണ് വരാൻ ചാൻസ് നമുക്ക് വേണ്ടത്. കാരണം എല്ലായിടത്തും നോക്കുമ്പോൾ റുമിയുടെ റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റുമി എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല ഇതുവരെ. ഓക്കെ, അവിടെ ഇവിടെ പല റൂമറുണ്ട്, എനിക്ക് തോന്നുന്നില്ല റുമി വരുമെന്ന്. എന്തായാലും കണ്ടു തന്നെ അറിയാം റുമി വരുമില്ലെന്ന്. റുമിയുടെ ഒരു പാക്ക് ജർമ്മൻ പാക്കായിരിക്കും മിക്കതും. ബയൻ്റെ വരാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ലൈസൻസ് കുറവാണല്ലോ ബയൻ്റെ. റുമിയുടെ ലൈസൻസിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ റുമിയുടെ കാർഡ് വന്നു കഴിഞ്ഞാൽ പൊളിക്കും. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോയിൻസ് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോയിൻസെയിലിൽ നിന്ന് കുറേ പേര് മേടിച്ച് ഇത് ചെയ്യുന്നുണ്ട്, സേഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തു വെക്ക്, റുമി വരുന്ന പ്രതീക്ഷിക്കാം. റുമിയുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊന്നും കണ്ടു കഴിഞ്ഞാൽ സ്പാനിഷ് ലീഗ് ഗാർഡിയൻസ് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി പക്ഷേ കഴിഞ്ഞ ആഴ്ചയായിട്ട് വന്നതാണ്. ഞാൻ കറക്കിയിട്ടൊന്നും മൂഞ്ചി തുറമില്ല വരാൻ വന്നപ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മാർസലോ, ഡാനി ആൽവസ്, സെർജിയോ ബുസ്കറ്റ്സ് എന്നീ താരങ്ങളൊക്കെ വരുന്നതാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ റൂമറാണ് കേട്ടോ, ഇതൊന്നും നോക്കണ്ട, റൂമേഴ്സാണ്. സോ ഇതിൽ മാർസലോ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീച്ചർ വെച്ച് എഡ്ജർ ക്രോസിങ്, അതുപോലെ തന്നെ ഡാനിയൽസ് അറ്റാക്കിംഗ് ട്രിഗർ പ്ലസ് എഡ്ജർ ക്രോസിങ്, പിന്നെ സെർജിയോ ബുസ്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫിനോൾ പാസ് പ്ലസ് ലോങ് റീ ടാക്കിൾ. സോ ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വന്നതിന് അടിപൊളിയാവും, നല്ലതാണല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ റൊണാൾഡോയുടെ ഞാൻ പറയുന്നില്ല, പറഞ്ഞതിന് കോമഡിയാവും. പിന്നെ ബാഴ്സയുടെ 2008-09 ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ചൈനീസിൽ കണ്ട റൂമറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവും എനിക്കറിയില്ല. അതൊരു കിടിലൻ കാർഡ്സാണ്. തിയറി ഹെൻറി, എട്ടോ, അതുപോലെ തന്നെ നമ്മളുടെ ഇനിയസ്റ്റ. സോ തിയറി ഹെൻറി നോക്കുകയാണെങ്കിൽ ഫിനോൾ ഫിനിഷിങ് മാഗ്നറ്റിക് ഫീറ്റാണ്. അതുപോലെ തന്നെ 8 ഫിനോൾ ഫിനിഷിങ് പ്ലസ് ആക്സലേഷൻ ബൂസ്റ്റ്, അതുപോലെ തന്നെ ഇനിയസ്റ്റ ഫിനോൾ പാസ് പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ്. സോ 3 എന്തായാലും സെറ്റ് കാർഡാണ്. വന്ന് അതിനൊരു ബെസ്റ്റ് പാക്ക് എന്ന് പറയാം നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ, അങ്ങനെ പറയാൻ പറ്റുന്നൊരു പാക്കാണിത്. അപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ കൊണാമിക്ക് കൊള്ളാം, അത്രേ ഞാൻ പറയുള്ളൂ. നോക്കി നോക്കാം എന്തായാലും വരുമല്ലേന്ന്. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഗെയിമിലത്തെ ആയിരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേവിഡ് ഡിഗേനെ നാളെ അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ റാങ്ക് പുഷ് ചെയ്ത് 10 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കയറുകയാണെങ്കിൽ, റാങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേവിഡ് ഡിഗെ അവൈലബിൾ ആവും. ഞാൻ പറയാലോ, ഇപ്പോൾ ഇതുവരെ വന്നതിൽ ഒരു ബെസ്റ്റ് കാർഡാണ് നമ്മുടെ ഡേവിഡ് ഡിഗയുടെ. ഒരു രക്ഷയില്ല പറയാം. നല്ല ഗോൾ കീപ്പിംഗ് സ്റ്റാറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ നല്ല ഗോൾ കീപ്പർ അല്ലെങ്കിൽ പോകാൻ പറ്റിയൊരു കാർഡാണ് ഡേവിഡ് ഡിഗ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഡിവിഷൻ കളിച്ചിട്ട് ഡിവിഷൻ 1 കയറാൻ നോക്കുക. ഒരു കിടിലൻ കീപ്പറാണ്, ഒരു രക്ഷയില്ല പറയാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ ഡിവിഷൻ 1 കയറാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോമിനേറ്റിങ്ങിൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ ഇന്ന് എന്തായാലും എക്സ്പീരി ആവും നാളെ രാവിലത്തോടു കൂടി. അപ്പോൾ അതിൽ മറ്റേ പ്ലെയർ സെലിബ്രേഷൻ്റെ ഒക്കെ വന്നിരുന്നല്ലോ, പ്ലെയേഴ്സിൻ്റെ അതൊക്കെ. സോ അതൊക്കെ നാളെ റിമൂവ് ആവും. അപ്പോൾ വേറെ നോമിനേറ്റിംഗ് എന്തായാലും ആഡ് ചെയ്യും. പാച്ച് അപ്ഡേറ്റ് ഉണ്ട്. ഒരു 20 MB 40 MB ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സ്പേസ് കുറച്ച് വിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് ആയിട്ട് പോകും. ഓക്കെ, ചിലപ്പോൾ 100 ഉണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആ പാക്കും കാര്യങ്ങളൊക്കെ നാളെ റിമൂവ് ആയി പോവും. അതുപോലെ തന്നെ മറ്റേ
കുയിച്ചിൻ്റെ ഒരാഴ്ചയും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്, 13 ദിവസമല്ലോ നിൽക്കണം. അപ്പോൾ അടുത്ത ആഴ്ചയായിട്ട് അതേ പോകുള്ളൂ. അപ്പോൾ അത് ആർക്കെങ്കിലും കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പക്ഷേ റിവ്യൂ ഇട്ടുണ്ട്, റിവ്യൂ കാണാത്തതുകൊണ്ട് കാണുക, ഷോർട്സ് ആക്കിയിട്ടുണ്ട്, മറ്റോണ്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണാത്തതുകൊണ്ട് കാണുക. പിന്നെ പറയാനുള്ളത് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല തോന്നുന്നുണ്ട്. സാധുവല്ല, വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് പ്രതീക്ഷകൾ ഫുള്ള്. അടുത്ത വട്ടം നോക്കി നോക്കാം നമുക്ക്. പ്രതീക്ഷകളെല്ലാം അടുത്ത മാസമാണ്. അടുത്ത മാസം നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ട് കൊണാമി ഗെയിം ഒന്ന് ഇമ്പ്രൂവ് ആക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വേറെ ഒന്നും പറയാനില്ല തോന്നുന്നുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഇപ്പം എന്താ, ഇനി അടുത്ത എന്താവും എനിക്കറിയില്ല. അടുത്ത മാസം ഇനി റാങ്ക് ബൂസ്റ്റിൽ വരണത് ഏത് കാർഡാന്നൊക്കെ നാളെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. പിന്നെ നാളെ രാവിലെ ഇനി റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങും. നാളത്തെ പാക്ക് ചെയ്താണ് മറ്റേ മറിച്ചൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ലൈവ് വരാൻ നോക്കാം. ഇന്ന് രാത്രി ഉണ്ടാവില്ല. ഇനി എന്തായാലും അടുത്ത ദിവസം തൊട്ട് നമുക്ക് ലൈവ് പഠിക്കാം കേട്ടോ. കൺസ്റ്റൻ്റായി വരണമെന്നുണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പ് അല്ലേ ഇപ്പോൾ, ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്, പിന്നെ ഉത്സവങ്ങളാണ്, അതൊക്കെ കൊണ്ട് നമുക്ക് ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ അടുത്ത മാസം ചെയ്യണം എന്നാണ് പ്രതീക്ഷ. ഇനി അത് കഴിഞ്ഞിട്ട് IPL ആണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇനി ലൈവ് വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ലൈവ് വരാനായിട്ടോ നോക്കുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലൈവ് വരാൻ മാക്സിമം നോക്കാം. രാത്രിക്ക് അറിയില്ല. ഈ IPL ഒക്കെ കണ്ട് നമുക്ക് വെച്ചാൽ ക്രിക്കറ്റ് ഭയങ്കര ഭ്രാന്ത, അതാ പ്രശ്നം. ക്രിക്കറ്റ് ഇരുന്ന് കാണും, അപ്പോൾ ടൈം കിട്ടില്ല, അവിടെയാണ് പ്രശ്നം. സംഭവം ശരിയാണ്, ഇത് നമുക്ക് മെച്ചമുണ്ട്, പക്ഷേ അതിനോട് ഭയങ്കര പാഷനാണ് ക്രിക്കറ്റിനോട്. ഇപ്പോൾ ഫുട്ബോൾ പിന്നെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 1:30-ക്കാണ്, അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. ഇനി വേൾഡ് കപ്പ് വരുമ്പോൾ നോക്കിയാൽ മതി. വേൾഡ് കപ്പാണെങ്കിൽ പുലർച്ചെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഉച്ചയ്ക്കായിട്ട് ലൈവ് വരിക കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.